ഫാമിലി ആയിട്ടൊരു നൈറ്റ് ഔട്ടിന് പോയ കഥയായാലോ ഇന്ന്. നമ്മുടെ കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റ് നടക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ ഈ ഔട്ടിങ്ങിന് പോകുന്നത്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയൊരു ഇവൻ്റാണ് ബേക്കൽ ബീച്ച് ഫെസ്റ്റ്. ഓരോ വർഷവും ഡിസംബറിൽ ലാസ്റ്റ് 10 ഡേയ്സിലായിട്ടാണ് ഈ പരിപാടി നടക്കുന്നുണ്ടാവുക. നടന്ന എല്ലാ ഇവൻറ്റിൻ്റെയും പാർട്ടാവാനും എൻജോയ് ചെയ്യാനും പറ്റിയിട്ടില്ലെങ്കിലും ഈ കഴിഞ്ഞ 2 വർഷത്തെയും ഇവൻ്റ് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ തന്നെ എനിക്ക് പറ്റിയിട്ടുണ്ട്. ബീച്ച് ഫെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കപ്പുറത്ത് കിട്ടാത്ത 2 സാധനങ്ങളാണ്. ഒന്ന് ഞാനും എൻ്റെ അനിയത്തിയും. ആ 10 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അവിടെ പോയി തലകുത്തി മറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞങ്ങളുടെ ഇന്നത്തെ പോക്കിലെ സെലിബ്രിറ്റി വേടനായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ക്രൗഡും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിരുന്നു. തിരക്കും ബഹളമൊക്കെ കാരണം ആളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പോലും ഡൗട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ വിടുമോ? ഒരു സെലിബ്രിറ്റീനെ കാണാൻ വേണ്ടി നിയത്തും വെച്ച് പോയിട്ട് അവസാനം കാണാൻ പറ്റാതെ വീട്ടിലോട്ട് തിരിച്ചു വന്ന മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് എങ്ങനെയാണ്? തകർന്നു പോവില്ലേ ഞങ്ങളുടെ പിഞ്ചു മനസ്സ്? അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണേലും ഞങ്ങൾ ആ മിഷൻ അങ്ങ് നടത്തിയെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഖൈർ. പ്രോഗ്രാം തീരണ വരെയൊന്നും ഞങ്ങളവിടെ നിന്നില്ല കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി. വരുന്ന വഴിയിൽ റോഡൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കായി കിടക്കുമായിരുന്നു. അങ്ങനെ കുറേ പോസ്റ്റ് അടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു. വീടെത്തുന്നതിന് മുന്നേ തന്നെ വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് അൽമജലസിൽ കയറി 2 ചാമ്പിയിട്ടും കൂടെയാണ് കേട്ടോ തിരിച്ചു പോയത്. അപ്പോൾ ഇന്നത്തെ കഥ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഫോളോ ഫോർ മോർ സ്റ്റോറീസ്. ബൈ.